ചെങ്കോട്ട ആക്രമണം കഴിഞ്ഞ 10-ാം തീയതിയാണ് ഉണ്ടായത്. ആ ആക്രമണ സ്ഥലത്ത് നിന്ന് ചിഹ്നചിത്രീയ മൃതദേഹങ്ങളൊക്കെ ലഭിച്ചു. ഒരു കാല് സെപ്പറേറ്റ് ആയിട്ട് ലഭിച്ചു. അത് ആ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമർ നാബിയുടെ കാലാണ് എന്നാണ് കരുതുന്നത്. മറ്റു ചില മനുഷ്യ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ലഭിച്ചതും സൂക്ഷിച്ചിട്ടുണ്ട്. ഉമർ നബിയുടെ സഹോദരനെയും ഉമ്മയെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഉമർ നബിയുടെ ആ ബോഡിയുടെ പാർട്സിൽ നിന്നും അത് തീർച്ചപ്പെടുത്താൻ, ഉമർ നബിയുടെ ആണ് എന്ന് തീർച്ചപ്പെടുത്താൻ DNA സാമ്പിൾ അവിടെ നിന്ന് എടുത്ത് സഹോദരൻ്റെയും അമ്മയുടെയും ബ്ലഡ് സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പൊട്ടിത്തെറിച്ചത് ഉമർ നബി എന്ന വ്യക്തിയാണ്, എന്ന ഡോക്ടറാണ് എന്ന് 100% തെളിയിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്നലെ മുഹമ്മദ് ആരിഫ് എന്ന ഒരു ഡോക്ടറെ കൂടി ഇന്നലെ കോൺപൂർ UP-യിലെ അവിടെ UP സംസ്ഥാനത്തെ കോൺപൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുവരെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ ആണ് ലഷ്കർ ഇ തോയ്ബ ഇന്ത്യക്കെതിരായിട്ട് നീക്കിയതെന്ന് വ്യക്തമായതോടുകൂടി ഇതുവരെ 6 ഡോക്ടർമാരുടെ പങ്ക് വെളിവായിട്ടുണ്ട്. അതിൽ 6 ഡോക്ടർമാരിപ്പം കസ്റ്റഡി ഉണ്ട്. ഒരാൾ ആ ചെങ്കോട്ടയിലെ എക്സ്പ്ലോഷനോടുകൂടി തീർന്നു പോയിട്ടുണ്ട്. ഒരു ലേഡി ഡോക്ടറെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ പലരും അൽഫാല സർവകലാശാലയിലെ മെഡിക്കൽ കോളേജിൽ, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ സർവകലാശാലയിൽ പഠിക്കുകയും ചെയ്ത വ്യക്തികളാണ്. ഇത് വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ ആയിട്ട് തന്നെ ഇവരെ അവിടെ വളർത്തിയെടുത്തു. അതിന് ലഷ്കർ ഇ തോയ്ബയും അതുപോലെയുള്ള ചില മുസ്ലിം എക്സ്പെർട്ടുകൾ, പണ്ഡിറ്റുകൾ അവരും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ സ്വാധീനവും വളരെ ഈ കാര്യത്തിലുണ്ട്. കൂടാതെ ഇതിനകത്ത് ഇപ്പം കൊല്ലപ്പെട്ട ഉമർ നബിയും സഹോദരനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവര് തുർക്കിയിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് ലഷ്കർ ഇ തോയ്ബയുടെ ചില ആളുകളുമായിട്ട് ഇവർ ബന്ധപ്പെടുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇവർക്ക് എന്തായാലും പണം നല്ല രീതിയിൽ ലഭിച്ചിരിക്കുന്നു. കാരണം കാറുകൾ 3-4 വാങ്ങിക്കുന്നുണ്ട്. ഇവരുടെ കുടുംബങ്ങളെല്ലാം വളരെ സാധാരണക്കാരാണ്. പഠിക്കാൻ മിടുക്കരായ ഇവരെല്ലാം അവിടെ മെഡിക്കൽ കോളേജിലും പഠനം പൂർത്തിയാക്കി പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ഇവർ ടെററിസ്റ്റ് മൈൻഡുമായിട്ടാണ് നടന്നത്. ആ രീതിയിൽ അവരെ മാനസികമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ചില മുസ്ലിം പള്ളിയിലെ ചില പുരോഹിതന്മാരും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പം വരുന്നത്. എന്തായാലും ഇപ്പം ഒരു കൈ ലഭിച്ചിരിക്കുന്നത് 3-4 ദിവസമാണ്. അവിടെ ഈ അല്ലെങ്കിൽ ഈ സ്ഫോടനം നടന്നതിന് ഏകദേശം 200 മീറ്റർ അകലെ ലാൽപതറാച്ചി മാർക്കറ്റിന്റെ അടുത്ത് ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷന്റെ മുകളിലെ ഷീറ്റിന്റെ മുകളിൽ ഒരു കൈപ്പത്തി കിടക്കുന്നതായിട്ട് കണ്ടെത്തി. അത് തീർച്ചയായിട്ടും അത് ഡോക്ടർ ഉമർ നാബിയുടെ ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാല് ലഭിച്ചിട്ടുണ്ട്, വണ്ടി ഓടിച്ച ആളുടെ. അത് വണ്ടി പൊട്ടിത്തെറിച്ചപ്പം കാലറ്റു പോയിരുന്നുകൊണ്ട് ആ കാല് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റിയറിങ്ങിൽ കൈയിരിക്കുന്നതുകൊണ്ട് ആ എക്സ്പ്ലോഷനോടുകൂടി ആ കൈ അറ്റു പോയിട്ടുണ്ടാവും. അത് നേരെ 200 മീറ്റർ അകലെ ലാൽപതറാച്ചി മാർക്കറ്റിലെ ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷന്റെ അവിടെ വീണ് കിടക്കുന്നത് ഇന്നലെ കണ്ടു. അത് തീർച്ചയായിട്ടും ഈ ഡോക്ടറെ കൈയാകാനാണ് സാധ്യത. അല്ലെങ്കിൽ അത്രയും ദൂരെ അത് തെറിച്ചു പോകാൻ റോഡ് സൈഡിലുള്ളവരെ പലർക്കും മരണം സംഭവിച്ചിട്ടെങ്കിലും അത് സൈഡിലേക്കും ഓരോ വശങ്ങളിലേക്ക് അവരെ അതിൻ്റെ ഫോഴ്സ് കൊണ്ട് തെറിപ്പിച്ച് അവരെ ഛിന്നഭിന്നമാക്കിയിട്ടുണ്ടാവും. പക്ഷെ കാറിനകത്ത് ഇരുന്നു കൊണ്ട് ആ എക്സ്പ്ലോഷൻ വളരെ ദൂരെ 200 മീറ്ററോളം അകലെ അതിൻ്റെ ഭാഗങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റോഡ് സൈഡിൽ നിന്നവരുടെ അല്ല, കാർ ഓടിച്ച ആളുടെയാണ്. കാർ ഓടിച്ച ആൾ ആരാണെന്ന് ഉമർ നബി ആണെന്നുള്ള എവിഡൻസ് ഉണ്ടെങ്കിലും അത് കൺക്ലൂസീവ് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ DNA പരിശോധിച്ച് അത് ഫിക്സ് ചെയ്യും. എന്ത് വന്നാലും ശരി, ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ ഒരു ഗ്രൂപ്പ് കാശ്മീരിൽ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നത് ലഷ്കർ ഇ തോയ്ബയാണ്.
അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടിയന്തരമായിട്ട് ഈ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് നമ്മുടെ തന്നെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ആ ശക്തി പാകിസ്ഥാനിൽ തന്നെയാണ്. ലഷ്കർ-ഇ-തോയ്ബയും അതുപോലെയുള്ള 4-5 ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനിൽ വളരുകയാണ്. അവർക്ക് വിദേശത്തു നിന്നും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഇന്ത്യയെ ഒരു യഥേഷ്ടം ആക്രമിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാക്കി അവർ കരുതിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ശക്തികളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ പോലെ തന്നെ ആ ഓർഗനൈസേഷൻ, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പാകിസ്ഥാനിൽ എവിടെയായാലും ശരി, അവരെ ഇന്ത്യയിൽ നിന്ന് നശിപ്പിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട്. അത് നടപ്പാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരാഴ്ചക്കകം അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതുന്നു.